ഹലോ ഗൈസ്, നമുക്കിന്ന് ഇതിൽ കൊഴുവ ഫ്രൈ ആക്കിയാലോ? കൂട്ടത്തിൽ കുറച്ച് പീരയും വെക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണല്ലോ. നല്ല ഫ്രഷ് ഐറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ള എടുത്തിട്ട് വരാം. തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി, ഇത്രയും സാധനം ഒന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ കറിയിലേക്ക് ഇടാൻ വേണ്ടി ഒരു മാങ്ങയുടെ പകുതി, കുറച്ച് ചെറിയ ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് മാത്രം അരിഞ്ഞില്ല, ബാക്കി എല്ലാം കൂടെ അരിഞ്ഞിട്ട് തിളയ്ക്കാൻ വെച്ചു കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒതുക്കിയെടുത്തുകൊണ്ട് വരാം. ഒതുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മാങ്ങ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. ഈ മാങ്ങയ്ക്ക് ഇത്തിരി പുളി കുറവായതുകൊണ്ട് ഞാൻ ഒരു കഷ്ണം കുടംപുളി ചേർത്തു കേട്ടോ. മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതേ നമ്മൾ ഇതേപോലെ മീൻ വാരിയിട്ടിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് അരപ്പും കൂടെ ചേർത്തു. അതതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ഇളക്കമൊന്നും വേണ്ട, നമുക്കൊന്ന് മൂടി വെക്കാം. ഒന്ന് ആവി വന്ന് തിളയൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്കൊന്ന് ചുറ്റിച്ച് വെച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതേ വെള്ളം എല്ലാം വറ്റി സെറ്റായിട്ടുണ്ടായിരുന്നു. ഞാനൊരു ശകലം മുളക് പൊടി ഇട്ടു, കാരണം ഇച്ചിരി ഒരു കളറിന് വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടത്. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് മൂടി സെറ്റാക്കി അവിടെ വെച്ചു. തീ ഓഫ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. സംഭവം റെഡിയായി കേട്ടോ. നമുക്ക് വറക്കാനുള്ള എടുക്കാം. 3-4 വെളുത്തുള്ളി, ചെറിയുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില, ഒരു കഷ്ണം തക്കാളി, ഇത്ര ഐറ്റം ഇട്ടിട്ട് അരച്ചിട്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർക്കാം. അതൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോഴാണ് ഞാൻ ഓർത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് കല്ലുപ്പായതുകൊണ്ട് അരയ്ക്കുമ്പോഴായിരുന്നു ചേർത്തില്ല. ഉപ്പും ഇട്ടു, ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ചു. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തു കേട്ടോ. അത് ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, മറന്നുമായിരുന്നു, പിന്നെയാണ് ചേർത്തത്. ഇത്രയും സാധനങ്ങൾ ചേർത്ത് നമ്മൾ സെറ്റാക്കി അവിടെ വെച്ചു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതിനുശേഷം ഇതുപോലെ നല്ല വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വറുത്ത് കോരും. ഒരു സെറ്റായി വന്നപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു. അതിന് ശേഷമാണ് കേട്ടോ ബാക്കി വറുത്തത്. എന്നിട്ട് എല്ലാം വറുത്ത് കോരി എടുത്ത് വെച്ച് ലാസ്റ്റ് അതിൽ പൊടിയെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ ബാക്കി അരപ്പുണ്ടായിരുന്നില്ലേ, അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടെ അതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും വറുത്തെടുക്കണം കേട്ടോ. അങ്ങനെ ആ എണ്ണയെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം കൂടെ അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ മുളക് ചതച്ചതുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഒരു സ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്താൽ സംഭവം റെഡിയായിട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.